ഹൈക്കമാൻഡ് ഒരു മുഖ്യമന്ത്രി കസേരയിലേക്കൊക്കെ പോകാൻ പറഞ്ഞാൽ അങ്ങ് പോകുമോ? കേരളത്തിൽ ഒരു മാറ്റം വേണം, അതിലുണ്ടാക്കുന്നതാണ്. അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുമായിട്ട് നിങ്ങളെല്ലാം വരുന്നു ഞങ്ങൾക്കറിയാം. ആ കുത്തിത്തിരിപ്പിൽ വീഴൂല. അത്രയും കാലം ആശയങ്ങൾ പറഞ്ഞിട്ട് ഒരു കസേര കിട്ടാതിരുന്നാൽ അപ്പോൾ പാർട്ടി മാറാൻ ചിന്തിക്കുന്നവരുണ്ട്, പാർട്ടി മാറുന്നവരുണ്ട്. എൻ്റെ ചോദ്യം അതാണ്. അങ്ങ് മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയൊരു മത്സരമൊക്കെ കഴിഞ്ഞ് ഹൈക്കമാൻഡ് ഒരു മുഖ്യമന്ത്രി കസേരയിലേക്കൊക്കെ പോകാൻ പറഞ്ഞാൽ അങ്ങ് പോകുമോ? ആദ്യ ചോദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഗം ഇങ്ങനെ വരുന്നതായിട്ട് തോന്നി. അപ്പോൾ അതിനകത്ത് വീഴുന്ന ആളല്ല ഞാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. ലക്ഷ്യമെന്ന് പറയുന്നത് ഈ 10 കൊല്ലക്കാരായിട്ട് കേരളത്തെ മുരടിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, കേരളത്തിൽ ഒരിക്കലും ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഭരണം ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥയാണല്ലോ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുന്നത്. അന്നുപോലും കരുണാകരനെ ആരും ഏകാധിപതി എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഈ ഒരു ഭരണത്തിൻ്റെ മോചനമാണ് കേരളത്തിന് അനിവാര്യമായിട്ടുള്ളത്. കേരളം ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് ജോലി തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശമ്പളമില്ല, ജോലിയുമില്ല. ഏജൻസി പോപ്പുലേഷൻ എടുക്കുക, അവരെ നയിക്കാനുള്ള ഒരു പദ്ധതിയും 10 കൊല്ലമായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മളെ ആശുപത്രികളിലേക്ക് ചികിത്സിക്കാൻ പോയാൽ അവിടെ ചികിത്സ കിട്ടാറില്ല. ഇപ്പം ഇന്നിപ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലൂടെ വായിച്ചു. ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ മാധ്യമങ്ങളോട്. ഇത് ബഡ്ജറ്റല്ല, അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ വെച്ചാൽ ഗവൺമെൻറ് വരാൻ ഇനിയിപ്പം ഒരു 2 മാസമേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അടുത്ത ഗവൺമെൻറ്റാണ് ഈ ചെയ്യേണ്ടതെല്ലാം. ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെൻറ്റാണ്. ഒരു ചിലവ് ഈ ഗവൺമെൻറ്റിനില്ല. 5 കൊല്ലം ചെയ്യാത്ത കാര്യം ശമ്പള പരിഷ്കരണം 4 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് ചെയ്യുന്ന ശമ്പള പരിഷ്കരണം 1.5 കൊല്ലം നീട്ടി വെച്ചിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഞങ്ങളുടെ എല്ലാം പ്രയോറിറ്റി ജനങ്ങൾ നോക്കുന്നൊരു മാറ്റമുണ്ട്. കേരളത്തിൽ ഒരു മാറ്റം വേണം, അതിലുണ്ടാക്കുന്നതാണ്. അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുമായിട്ട് നിങ്ങളെല്ലാം വരുന്നു ഞങ്ങൾക്കറിയാം. ആ കുത്തിത്തിരിപ്പിൽ വീഴൂല. അല്ല, ഞാൻ പറയാൻ കാരണേ വേറൊരു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുത്തിത്തിരിപ്പാണ്. എന്നാലും ചോദ്യം ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ചോദിക്കും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അവസ്ഥ വെച്ച് പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രിയാകുക. നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു മറുപടി എന്താ പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നടന്നെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ ഇതിനകത്ത്? അല്ല, ഒരു ആശയക്കുഴപ്പമില്ല. ഞങ്ങളുടെ പാർട്ടിക്കൊരു സിസ്റ്റമുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. പാർട്ടി സിസ്റ്റമുണ്ട്. പാർട്ടി നേതാക്കന്മാർക്കെല്ലാം അതിനെ കൃത്യമായി ബോധ്യമുണ്ട്. പാർട്ടി ദേശീയതല മീറ്റിങ്ങുകളിൽ ഇത് കൃത്യമായിട്ട് ആവർത്തിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് CM സെലക്ഷൻ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിന് ഞങ്ങൾ വിട്ടുപോകേണ്ട കാര്യമില്ല. ആ പ്രൊസീജിയർ എല്ലാ കാലത്തും പാലിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. ആ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ആ പ്രൊസീജിയറിന് അങ്കലാപ്പ് വേണ്ട. കേരളത്തിലെ ഗവൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ മുഖ്യമന്ത്രി വരും, ഒരു പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ അങ്ങ് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് അങ്ങ്. ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ബീഹാറിൽ നിന്ന് വന്ന വാർത്ത, കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചവരൊക്കെ ഭരണകക്ഷിയിലേക്ക് പോയി എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നേതാക്കന്മാർക്ക് പോലും? അല്ല, അത് വാർത്തയല്ലേ നിങ്ങൾ പറയുന്നത്, അതാണ് നിങ്ങളുടെ കുഴപ്പം. നന്നായി ആ ചോദ്യം ചോദിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങളാണ് മറ്റ് മാധ്യമങ്ങളല്ല അത് പറഞ്ഞത്. കേരളത്തിലെ ചില മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് 6 MLA ജയിച്ചത് 6 പേരും ഒന്നിച്ച് പാർട്ടി വിടുന്നു. ഞാനന്ന് കേരളത്തിലാണുള്ളത്. അപ്പോൾ എനിക്ക് വിവരമില്ല. ഞാനപ്പോൾ തന്നെ ഇൻചാർജിനെ വിളിച്ചു, അവിടുത്തെ PCC പ്രസിഡന്റിനെ വിളിച്ചു. അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യം അറിയില്ല, ഞങ്ങൾക്കറിയില്ല. ഞാൻ പറയും ഇങ്ങനെ വാർത്ത വരുന്നത്. സോ ആ വാർത്ത വരാൻ കാരണമുണ്ട്. ഒരു മീറ്റിംഗ് PCC വിളിച്ചിരുന്നു. അവിടെ 6 MLA 4 പേരെ വന്നുള്ളൂ, 2 പേര് വന്നിട്ടില്ല. അപ്പോൾ 2 പേര് എന്തുകൊണ്ട് വന്നില്ല എന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഒരു പ്ലാൻ ന്യൂസ് വന്നു. അത് നമ്മളെ മാധ്യമങ്ങളിലടക്കം, കേരളം മലയാള മാധ്യമങ്ങളിലടക്കം അതിനൊരു ലക്ഷ്യമുണ്ട് സാറേ. ഇത് കേരളത്തിലെ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിൽ ആരായ MLA BJP പോകുന്നു എന്ന് ഒരു പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞങ്ങൾ. ഞാൻ അവരുടെ എല്ലാം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഇതേ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ല. പലരും 6 MLA കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ കൂടെ രാഹുൽ ഗാന്ധിയുടെ കൂടെ വന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്ത് 2 മണിക്കൂർ പടമെടുത്ത് മാധ്യമങ്ങൾക്ക് പറഞ്ഞ് ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഈ 6 MLA ഇവരാരും വിട്ടു പോയിട്ടില്ല. പക്ഷേ ആദ്യം കൊടുത്ത മാധ്യമങ്ങൾ അത് കൊടുത്തില്ല. ഇതെന്തു മാധ്യമ പ്രവർത്തനമാണ്? നിങ്ങൾ വാർത്ത കൊടുത്തോ, നിങ്ങൾ അറിയുന്ന വാർത്ത കൊടുത്തോ, പക്ഷെ അത് വാർത്ത ശരിയല്ല എന്ന് കണ്ടാൽ ആ ശരിയല്ല എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഉത്തരവാദിത്വമില്ലേ?
ഇല്ല. ഈ 6 MLA-മാരുടെ മീറ്റിംഗ് കൂടിയിട്ട് അവരാരും പോയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കുമല്ലോ കോൺഗ്രസിനുള്ളിൽ നിന്ന് മാത്രം ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത്. അത് ഇന്നുള്ള സാഹചര്യം അല്ലല്ലോ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു സംഘടനാ കോൺഗ്രസ് ഉണ്ടായത് എങ്ങനെയാണ്, ബറുവ കോൺഗ്രസ് ഉണ്ടായത് എന്താണ്. കോൺഗ്രസിൽ എല്ലാ കാലത്തും സ്പ്ലിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് നേതൃത്വത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകും, കുറച്ച് ആളുകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. അല്ലെങ്കിൽ ശൈലി പിന്നെ ഇതുള്ളവരുണ്ടാവും, സ്ഥാനമാനങ്ങൾ കിട്ടാത്തവരുണ്ടാവും. പല ഘട്ടത്തിൽ ഈ വലിയൊരു പാർട്ടിയാകുമ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ ചിലർ ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂട്ടിക്കുറിച്ചതാണ് ഗുലാം നബി ആസാദിൻ്റെ, ഡോക്ടർ അമരീന്ദർ സിംഗ്. ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവിടെയും കുറ്റം നിങ്ങൾ കോൺഗ്രസിനെയാണ് കാണുന്നത്. സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ വേറെ പാർട്ടി മാറുന്നവർക്ക് ഒരു കുറ്റമില്ല. പണ്ട് അങ്ങനെയായിരുന്നു മാധ്യമങ്ങൾ, ഒരാൾ പാർട്ടി വിട്ടുപോയാൽ അവൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പം അവരെ ഗ്ലോറിഫിക്കേഷനാണ്. ഇത്രയും കാലം ആശയങ്ങൾ പറഞ്ഞിട്ട് ഒരു കസേര കിട്ടാതിരുന്നാൽ അപ്പോൾ പാർട്ടി മാറാൻ ചിന്തിക്കുന്നവരുണ്ട്, പാർട്ടി മാറുന്നവരുണ്ട്. അവർക്കല്ല കുഴപ്പം, ഈ പാർട്ടിക്കാണ് കുഴപ്പമെന്നാണ് നിങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ മാറിയല്ലോ 3-4 ആൾ BJP പോയല്ലോ. ഇപ്പോൾ അടുത്ത ഞങ്ങളെ പാർട്ടിയിൽ നിന്നാണോ പോയത്? അല്ലല്ലോ. ഇരുമ്പ്, അച്ചടക്കം, കേഡർ, ഇതൊക്കെ പോയ പാർട്ടി. ബംഗാളിലത്തെ BJP ഓഫീസ് ആരതാ? ബംഗാളിൽ കഴിഞ്ഞ ദിവസം T. പത്മനാഭ മാഷ് കണ്ണൂർ വെച്ച് പറയുണ്ടായി, ഞങ്ങളാരും പറഞ്ഞതല്ല. ബംഗാളിലൂടെ ഒന്ന് യാത്ര ചെയ്താലേ അവിടുത്തെ BJPയുടെ എല്ലാ ഓഫീസുകളും CPM-ൻ്റെ ഓഫീസുകളായ പഴയ ഓഫീസുകളാണ് ഇപ്പം BJP ഓഫീസായിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ് മൊത്തം വോട്ട് പെർസെൻറ്റേജ് എടുത്തു നോക്ക്. BJPയുടെ വോട്ട് പെർസെൻറ്റേജ്, CPM-ൻ്റെ വോട്ട് പെർസെൻറ്റേജ്. ഇപ്പോൾ നേരത്തെ ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയായി നടത്തിയ ഇലക്ഷനിലെ വോട്ട് പെർസെൻറ്റേജ് BJP CPM ചോർച്ച കൃത്യമാണ്. CPM-ൻ്റെ വോട്ട് ഷെയറാണ് കംപ്ലീറ്റ് BJP പോയിരിക്കുന്നത്.